നമുക്കറിയാം ഹിജാബിന് നിരോധനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നും ഇപ്പോൾ ഈഫിൽ ടവറിന് മുകളിൽ ഹിജാബ് ധരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഒരു പരസ്യ വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഡച്ച് ഫാഷൻ ബ്രാൻഡായ മൊറാച്ചിയുടെ പ്രൊമോഷണൽ വീഡിയോയിലാണ് ഹിജാബ് പുതപ്പിച്ചുകൊണ്ട് ഈഫിൽ ടവറിനെ ചിത്രീകരിക്കുന്ന വീഡിയോ വന്നിരിക്കുന്നത്. ഈ പരസ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. കമ്പനി പങ്കുവച്ച വീഡിയോയിൽ ഒരു ഹിജാബ് പറന്നു വന്നുകൊണ്ട് ഈഫിൽ ടവറിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്നു. മൊറാച്ചി ധരിച്ച ഈഫിൽ ടവർ, മാഷാ അല്ലാ, അവൾ ഇപ്പോൾ എളിമയുള്ള ഫാഷൻ കമ്മ്യൂണിറ്റിയിൽ ചേർന്നതായി തോന്നുന്നു. ഇതായിരുന്നു പോസ്റ്റിന്റെ അടിക്കുറിപ്പുണ്ടായിരുന്നത്. അതേസമയം പരസ്യം അപകടകരവും അതുപോലെ തന്നെ ഫ്രഞ്ച് സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന ആരോപണം ഉയർന്നു വരികയും മാത്രവുമല്ല ഫ്രഞ്ച് ഇസ്ലാമിക ചിഹ്നങ്ങൾ ലയിപ്പിച്ചതിനെതിരെ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നാഷണൽ റാലി പാർട്ടിയിലെ ഫ്രഞ്ച് MP ആയ ലിസാൻഡ് പോളോണ്ട് പരസ്യം കുറ്റകരമാണ് എന്നും ഫ്രാൻസിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കും പൈതൃകത്തിനും ഭീഷണിയാണ് എന്നും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിന്റെ പ്രതീകമായ ഈഫിൽ ടവറിനെ ഇസ്ലാമിക മൂടുപടം കൊണ്ട് മൊറാച്ചി ബ്രാൻഡ് ഹൈജാക്ക് ചെയ്തുവെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു. സഹപ്രവർത്തകനായ ജെറോം ബ്രൂസൺ പരസ്യത്തെ ഭയാനകമായ രാഷ്ട്രീയ പദ്ധതി എന്നാണ്, അതുപോലെ തന്നെ അസ്വീകാര്യമായ പ്രകോപനമെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സ്വിറ്റ്സർലാൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ സഹസ്ഥാപകനും സാമ്പത്തിക വിദഗ്ധനുമായ ഫിലിപ്പ് യൂറൻ ഫ്രാൻസിലെ മൊറാച്ചിയുടെ സ്റ്റേറ്റ് അടച്ചുപൂട്ടണമെന്നും അതുപോലെ തന്നെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. 2004 ഫ്രാൻസ് പൊതുവിദ്യാലയങ്ങളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള മതചിഹ്നങ്ങൾ ധരിക്കുന്നത് നിരോധിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2010 മുഖംമൂടികൾ, ഹെൽമറ്റുകൾ, ബുർഖ, നിക്കാബ് പോലുള്ള ശരീരം മുഴുവൻ മൂടുന്ന മൂടുപടങ്ങൾ എന്നിവ പൊതുസ്ഥലങ്ങളിൽ നിരോധിക്കുന്ന ഒരു നിയമം പാസാക്കിയിരുന്നു. അടുത്തിടെയാണ് സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ പോലും അബായകൾ, അതായത് ചില മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന അയഞ്ഞ വസ്ത്രം ഭരണകൂടം നിരോധിക്കുകയും ചെയ്തത്. അതേസമയം നമുക്കറിയാം, ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്കാണ്. മറയ്ക്കുക, മറ, മൂടുപടം, അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്ന് വന്നതാണിത്. അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും പൊതുവെ ഹിജാബ് എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുന്നത് തന്നെ സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ്. ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം, വിനയം, സ്വഭാവശുദ്ധി, സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത്. ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലല്ല അറിയപ്പെടുന്നത്. മറിച്ച് മുഖവും മുൻകൈയും ഒഴികെ എല്ലാം മറയ്ക്കുന്ന ഏത് വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരും. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് മുന്നേയും ഒരുപാട് തർക്ക വിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഹിജാബ് വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകളാണ് അവർ എടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.